ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ താരകല്യാൺ ഫാമിലി അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫാമിലിയാണ്. ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ അവരുടെ ഭയങ്കര വൈബും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അവരുടെ വീഡിയോസ് കണ്ടാലും അവരുടെ ചേഷ്ടകൾ കണ്ടാലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ അവരെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തിയുടെ പ്രോഗ്രാമിനിടയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ താരകല്യാണിൻ്റെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അർജുനും സൗഭാഗ്യവും താരകല്യാണും സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടു നോക്കും. ഭഗവാനെ, ഈ ഒരു കടിച്ചു അർജുൻ. അതിനിടയിൽ താഴെ വന്ന കമൻസ് ഒന്ന് സമ്പൂർണ്ണ സാക്ഷരത കേരളം. നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അവൻ്റെ കടിയിൽ എന്തോ ഒരു വശപ്പിശക്കും കാണുന്ന ഒരു മകൻ അമ്മയോടുള്ള സ്നേഹമായി ആർക്കും തോന്നുകയില്ല. ഏതായാലും കഷ്ടം. വയസ്സാണെങ്കിലും ചെറുപ്പമല്ല, ഇപ്പോഴും കടിക്കാൻ തോന്നും. എൻ്റെ ശശികുമാറെ എങ്ങനെയാണ് ശശികുമാറിൻ്റെ മകനെയും മകൻ്റെ ഭാര്യയെയും കാണുന്നതെന്ന് നമുക്കറിയുന്നില്ല. ഈ ദുഷിച്ച മനസ്സ് വെച്ചിട്ടാണോ നീയൊക്കെ കാണുന്നത്? നിൻ്റെ മകളെയും മകൻ്റെ ഭാര്യയെയും കാണുന്നതെന്ന് എനിക്കറിയില്ല. തന്നെയൊക്കെ എങ്ങനെയാണ് വീട്ടിലിരുത്തുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഒന്ന്. അടുത്ത കമൻസ്, ഇതുപോലെ ചെയ്യുന്നത് ശരിയല്ല. മരുമക്കൾ ഇങ്ങനെയും എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റെതായ കുറേ അകലങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്തായാലും മകളുടെ ഭർത്താവാണ്, ഏതും ഒരു പാകത്തിന് നല്ലത്. സാറാ മേരി കുര്യൻ. കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് കുറച്ച് മാന്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു ഇതുവാ കൊടുക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു മാന്യത പോലെയുണ്ട്. അടുത്ത കമൻസ്, കള്ളമല്ലേ മരുമോനെ ഒരു ഉമ്മ ഒപ്പിച്ചല്ലോ എന്ന് പരമേശ്വര മോഹൻ. കഷ്ടം. ഇപ്പൊ കവളിൽ കടിക്കുന്നു, കെട്ടിയാൾ കാണാതെ എവിടെയൊക്കെ കടിക്കുന്നു എന്ന് ആർക്കറിയാം. അവനാള് ശരിയല്ല. ഇതെന്താ ഇതിൻ്റെ അർത്ഥം? ഈ സമ്പൂർണ്ണ സാക്ഷരത കേരളം ഇതെങ്ങോട്ടാണ് പോകുന്നത്? അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഒരമ്മയ്ക്കും മോനും, ഇത് അമ്മയും മോനും അമ്മായിയമ്മയും മരുമോനും എന്നുള്ള ബന്ധമല്ല ഇവര്. കാരണം ഇതിനു മുൻപ് ഇവൻ അർജുൻ അവിടെ ഡാൻസ് പഠിക്കാൻ വന്നതാണ്. അപ്പോൾ ടീച്ചർ കൂടിയാണ്. അപ്പോൾ ടീച്ചർ മരുമോനാകുമ്പോൾ അല്ലെങ്കിൽ മോനാകുമ്പോൾ ഉള്ളൊരു വൈബ് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതല്ലേ. അപ്പോൾ നന്നായി പഠിക്കുന്നൊരു കുട്ടി, ആ കുട്ടി ആ ടീച്ചറിൻ്റെ മരുമോനായി വന്നാൽ എങ്ങനെയുണ്ടാവും നമ്മളൊന്ന് ചുമ്മാ ചിന്തിച്ചാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും ഇവരുടെ ആ വൈബ്. അടുത്തത്, കല്യാണരാമൻ സിനിമയിലെ പല്ലില്ലാത്ത അമ്മൂമ്മയുടെ മക്കളാണ് എന്നൊരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് വിജയശ്രീ പറയുന്നു. വിജയശ്രീക്ക് ഇതുപോലുള്ളൊരു ഭർത്താവിനെയോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു മകനെയോ ഇതുപോലുള്ളൊരു മരുമകനെയോ കിട്ടാത്തത് ആരുടെ കുറ്റം? ആരുടെയെങ്കിലും കുറ്റമാണോ? ആരുടെ കിട്ടുന്നത്? അമ്മയും മോളെയും തന്നെയാണോ കളിക്കുന്നത്? ഇതൊക്കെ ഫേക്ക് അക്കൗണ്ടാണോ എന്ന് അറിയില്ല. ഹണി അനി എന്നാണ് ഈ അക്കൗണ്ടിൻ്റെ നെയിം. ഇവരൊക്കെ ഒരു മനുഷ്യന്മാരാത്തൊരു ദീപ്തി എസ് നായർ, വല്ലാത്തൊരു വശപ്പിശക്, നോട്ടത്തിലും പിടുത്തത്തിലും അല്ല. എൻ്റെ ദീപ്തി എസ് നായരെ, എന്ത് നോട്ടം, എന്ത് പിടുത്തം! നിങ്ങളൊക്കെ ഒരു മനുഷ്യൻ, നിങ്ങളൊക്കെ എന്ത് ദുഷിച്ച മനസ്സാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്. അടുത്തത്, അമ്മയായാലും ഒരു ഇതാ ഫോട്ടോ കാണുന്നുണ്ടല്ലോ. അമ്മയായാലും പെങ്ങളായാലും ഭാര്യയുടെ അനിയത്തിയായാലും സഹോദരങ്ങളുടെ ഭാര്യ ആയാലും അമ്മായിയമ്മയായാലും ഇനി സ്വന്തം മോളായാലും അടുപ്പത്തിനൊരു പരിധിയുണ്ട്. അതില്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഒരു പരിധി വിട്ടാൽ എല്ലാം വൃത്തികേട് തന്നെ. എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ഒന്നും വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള
ഒരു വീട്ടിലൊന്നും ഇങ്ങനെയുള്ള ഒരു അടുപ്പും കണ്ടിട്ടില്ല. ഇവൻ എല്ലാ വീട്ടിലും പോയി നോക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും നോക്കുന്നുണ്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ. മറ്റൊരു കൾച്ചറുള്ളതായി എനിക്കറിയില്ല. ഇത് ഇപ്പോൾ കണ്ട വീഡിയോ കുറച്ച് ഓവറായ പോലെ തോന്നി. ഇങ്ങനെ വേണമെങ്കിലും അവരുടെ മനോധർമ്മം അനുസരിച്ച് ജീവിക്കാം, എഴുതിപ്പിക്കേണ്ട. ചെറുപ്പം മുതൽ ഈ വീടുമായി അയാൾ ജീവിച്ചു വരുന്ന കാരണം കൊണ്ട് അവരുടെ ബന്ധം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അവരുടെ ബന്ധം ഒന്നും ഒരു മാങ്ങാണ്ടി അറിയാണ്ടാണോ നീ ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് കമൻസ് ഇട്ട് തരുന്നറിയാം? അവരുടെ ബന്ധം പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അവിടെ പഠിക്കാൻ വന്നാണ്, അവൻ ഡാൻസ് പഠിക്കാൻ വന്നാണ് അർജുൻ. അങ്ങനെയാണ് അവർ കല്യാണം കഴിച്ചത്. നമ്മളെ കല്യാണം കഴിപ്പിച്ചത് ഇവൻ അത്രയ്ക്ക് ഈ അർജുൻ നല്ല പയ്യനായതുകൊണ്ടാണല്ലോ കല്യാണം കഴിപ്പിച്ചത്. അല്ലാതെ കല്യാണം കഴിപ്പിക്കുമോ? ഇല്ല. അത് സാമാന്യം ചിന്തിക്കാനുള്ള ബോധമില്ലാതെ ഇങ്ങനെ കമൻസ് ഇടുമ്പോൾ അവരുടെ വൈബ് എന്താണെന്ന് ആദ്യം പോയി കാണുക. അത് ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ അടുത്ത് അതിലിടാം. ഇത് സൂപ്പേട് വേറെയാണെന്ന് അബ്ദുൽ ഗഫൂർ പറയുന്നു. മഞ്ജു പറയുന്നു, ഒരിക്കലും അമ്മായിയമ്മയും മരുമക്കളും ഇങ്ങനെ ആകില്ല, പ്രത്യേകിച്ച് ആൺമക്കൾ കഷ്ടം. മഞ്ജു പിള്ളേ, മഞ്ജു, അത് നിനക്ക് തോന്നുകയാണ്, നിങ്ങൾക്ക് തോന്നുകയാണ് അമ്മായിയമ്മയും മരുമകനും ഇങ്ങനെയാവില്ല. എനിക്കൊരു അമ്മായിയമ്മയുണ്ട്. എൻ്റെ അമ്മായിയും ഏകദേശം ഈ ഇതിൻ്റെ അടുത്തുള്ള വൈബാണ്. എന്നോട് നന്നായി കമ്പനിയായി സംസാരിക്കും. മോളോട് സംസാരിക്കുന്നതിൽ കൂടുതൽ എന്നോട് സംസാരിക്കും. മോളെ ഹെൽപ്പ് ചെയ്യുന്നതിന് കൂടുതൽ, അതായത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ആദ്യം അമ്മായിയമ്മയെ വിളിക്കും. അമ്മായിയമ്മ അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പിന്നെ മകനും അമ്മായിയമ്മയുടെ മോൻ, അതായത് എൻ്റെ അളിയനെ എങ്ങനെ കാണുന്നോ അതുപോലെയാണ് അമ്മായിയമ്മ എന്നെ കാണുന്നത്. വാടാ പോടാ എന്നുള്ള ബന്ധമാണ് ഞാനും അമ്മായിയമ്മയും തമ്മിൽ. അമ്മായിയമ്മ എന്നെ ഡാ പോടാ വാടാ സജീഷേടാ നീ വരുന്നില്ലടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അടുത്തുള്ള ചോദിക്കും, എന്താണ് നിൻ്റെ അമ്മായിയമ്മ ഇങ്ങനെ നിന്നെ വിളിക്കുന്നത് ചോദിക്കും. ബഹുമാനം ഇല്ലേ ചോദിക്കും. പക്ഷെ നല്ല ബഹുമാനമാണ്. വീട്ടിൽ എന്ത് കാര്യങ്ങൾക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അതുതന്നെയാണ് ബഹുമാനം. ഞാൻ ചെയ്തു കൊടുക്കണം, ഞാൻ പോകണം, എന്നാലേ അത് ചെയ്യുള്ളൂ. അതാണ് ബഹുമാനം. എല്ലാ കാര്യത്തിനും എന്നോട് ചോദിക്കും. ബഹുമാനം ഇല്ലാതല്ല. പക്ഷേ അല്ലാത്ത ബന്ധം വേറെ തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഒരിക്കലും ആൺമക്കൾ കാണില്ല എന്ന് പറയുന്ന അമ്മായിയമ്മയെ അമ്മയായിട്ട് കാണുന്നില്ല എന്ന് പറയുന്ന ദുഷിച്ച മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. എൻ്റെ അമ്മ പോലും പറയാറുണ്ട്, നിനക്ക് ഇതുപോലൊരു അമ്മായിയമ്മ കിട്ടിയത് ഭാഗ്യമാണ് എന്ന്. എൻ്റെ ഭാര്യ കിട്ടിയത് ഭാഗ്യമാണ് എന്നല്ല എൻ്റെ അമ്മ എന്നോട് പറയാറുള്ളത്. ഇതുപോലൊരു അമ്മായിയമ്മ കിട്ടിയതും ഇതുപോലൊരു ഭാര്യ വീട്ടുകാരെ കിട്ടിയതും ഭാഗ്യമാണെന്ന്. അപ്പം നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇതൊക്കെ ഉള്ളൂ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവരുടെ ബോണ്ടിങ് അറിയണമെങ്കിൽ അതിന് ചെറിയൊരു കുഞ്ഞു വീഡിയോ ഞാൻ ഇട്ട് തരാം. അർജുൻ വന്നിട്ടുണ്ട്. അർജുൻ ഒരു ബൈറ്റ് എടുക്കാമേ കൊടുത്തിട്ടുണ്ട്. ഒരു ബൈറ്റ് മോണിറ്റൈസേഷൻ എന്താണ് ഞാൻ പറയണ്ടത്? ചേട്ടാ നമ്മുടെ കണ്ടതാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം അമ്മ മൊത്തം. എന്താണ് ഞാൻ പറയണ്ടത്? നമ്മുടെ പ്രേക്ഷകർക്കല്ലേ ഒത്തിരി പേർക്ക് അർജുനെ ഇഷ്ടമല്ലേ? എല്ലാരും ഫാൻസാണ് അർജുന്റെ. ഞാനിങ്ങനെ നിങ്ങളെ ഏത് ഞങ്ങളുടെ എല്ലാവരുടെയും സൗഭാഗ്യമാണ് അർജുൻ. ഞാൻ പറയാൻ വന്നത് നാളെ കുറച്ച് ഇങ്ങനെ ഇതാണ് ഇവരുടെ ബോണ്ടിങ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പോകുന്നത്. അതുപോലും മനസ്സിലാകാതെ കമൻ്റ് പറഞ്ഞ സമ്പൂർണ്ണ ചാച്ചരത നാറികളെ. കമൻസിലൊക്കെ ഒരു മാന്യത കീപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ അമ്മയെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ ചീപ്പ് വർത്താനം നിങ്ങൾ പറയണ്ടേ? മനസ്സിലാകുന്നുണ്ടോ? അമ്മായിയമ്മയെ അമ്മയായിട്ട് കാണാൻ പറ്റും. നിങ്ങളിതിൽ പറയുന്ന ഒരുപാട് കമൻസ് അടിച്ചിരിക്കുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. പെണ്ണുങ്ങളോടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, ഞങ്ങൾക്ക് കാണാൻ പറ്റും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളെ ആൺകുട്ടികൾക്ക് കാണാൻ പറ്റും അമ്മായിയമ്മയെ സ്വന്തം അമ്മയായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മായിയമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാൻ പറ്റാത്ത ദുഷിച്ച മനസ്സുകൊണ്ട് ഇങ്ങനെ കമൻസ് ഇടുന്നതിന് പരമ പുച്ഛം എന്നേ പറയാനുള്ളൂ.